പാലക്കാട് റെയിൽവേ സ്കൂളിലെ പ്രിൻസിപ്പലിനെതിരെ പരാതിയുമായി കൂടുതൽ പേർ രംഗത്ത്. വിജയശതമാനത്തിനായി നേരത്തെയും നിരവധി വിദ്യാർത്ഥികളെ പരീക്ഷ എഴുതിക്കാതെ മാറ്റി നിർത്തിയിരുന്നുവെന്ന യുവാവിന്റെ വെളിപ്പെടുത്തൽ. 2016 കെമിസ്ട്രി മോഡൽ എക്സാമിൽ പരാജയപ്പെട്ട തന്നെ പൊതുപരീക്ഷ എഴുതിച്ചില്ലെന്നും റെയിൽവേ കോളനി സ്വദേശിയായ യുവാവ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. കഴിഞ്ഞ ദിവസം സ്കൂളിലെ +2 വിദ്യാർത്ഥിയെ പരീക്ഷയിൽ നിന്ന് സ്കൂൾ പ്രിൻസിപ്പൽ വിലക്കിയത് ഏറെ വിവാദമായിരുന്നു. കഴിഞ്ഞ ദിവസം പാലക്കാട് ഒലവക്കോടുള്ള റെയിൽവേ സ്കൂളിലെ +2 വിദ്യാർത്ഥിയെ പ്രിൻസിപ്പൽ നിർബന്ധപൂർവ്വം പരീക്ഷ എഴുതിപ്പിക്കാതിരുന്നത് കേരളത്തിൽ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. സ്കൂളിൻ്റെ വിജയശതമാനത്തെ ബാധിക്കുമെന്ന് ആരോപിച്ചുകൊണ്ടാണ് ഈ വിദ്യാർത്ഥിയെ പ്രിൻസിപ്പൽ നിർബന്ധപൂർവ്വം ഈ പരീക്ഷയിൽ നിന്ന് വിലക്കിയത്. ഇപ്പോൾ ഏതായാലും അതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ വിദ്യാഭ്യാസ വകുപ്പ് പരിശോധിച്ച് വരികയാണ്. അന്വേഷണം നടക്കുന്നുണ്ട്. പ്രിൻസിപ്പാളുടെ ഭാഗത്തു നിന്ന് വീഴ്ച ഉണ്ടായെന്ന് ഇപ്പോൾ കണ്ടെത്തലും വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഏതായാലും ഈ വിഷയം ചർച്ചയായതിന് പിന്നാലെ ഈ പ്രിൻസിപ്പാളിനെതിരെ സ്കൂൾ അധികൃതർക്കെതിരെ കൂടുതൽ പരാതികൾ ഉയർന്നു വരികയാണ്. ഇപ്പോൾ എനിക്കൊപ്പം ഉള്ളത് 2016 ഇതേ സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങിയ മറ്റൊരു വിദ്യാർത്ഥിയാണ്. എന്താണ് നിങ്ങൾക്കുണ്ടായ അനുഭവം? ഇപ്പം ഈ 2024 ഇന്ന് സംഭവിച്ച ഈ കുട്ടിക്ക് ഉണ്ടായ അതേ അനുഭവമാണ് 2016 8 വർഷം മുമ്പും എനിക്കുണ്ടായ അനുഭവം. അന്ന് എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ല എങ്കിലും ഇപ്പോൾ എനിക്ക് പറ്റണം. അത് എല്ലാവരും മുമ്പിൽ കൊണ്ടുവരണം എന്നുള്ളൊരു ഇതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പം മുമ്പിൽ വന്നിരിക്കുന്നത്. ഈ വിദ്യാർത്ഥിക്ക് ഉണ്ടായതുപോലെ തന്നെ മാർക്ക് കുറവാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് പരീക്ഷയിൽ നിന്ന് വിലക്കിയത്. അന്നും ഇതേപോലെ തന്നെ മാർക്ക് കുറവാണ്, എനിക്ക് കെമിസ്ട്രിയിൽ മാർക്ക് കുറവാണ്, അതുകൊണ്ട് എനിക്ക് എക്സാം എഴുതണ്ട എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ചെറിയ പാരൻസ് മീറ്റിംഗ് വെച്ചിട്ടാണ് പാരൻസിനോടും കൂടി ചേർന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് എക്സാം എഴുതണ്ട എന്നുള്ളൊരു കൺക്ലൂഷനിൽ അവർ എത്തിച്ചത്. മറ്റേതെങ്കിലും വിദ്യാർത്ഥികൾക്ക് കൂടെ പഠിച്ച സഹപാഠികൾക്ക് ആർക്കെങ്കിലും ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടായിരുന്നു. എൻ്റെ കൂടെ പഠിച്ചവർക്ക് തന്നെ ഒരു പെൺകുട്ടിക്കും ഇതേപോലെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ജൂനിയേഴ്സായി പഠിച്ചവർക്ക് 2016 ശേഷമുള്ള ഒരു ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ, ആബ്സെൻ്റ് ആയ എല്ലാവരും ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് പൂർണ്ണമായും തെളിയിക്കാൻ പറ്റും. ഇവരെന്താ ഈ പറയുന്നത് സ്കൂളിലെ വിജയശതമാനത്തെ ബാധിക്കുമെന്നാണ്? വിജയശതമാനത്തിന് ബാധിക്കും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇവർ ഈ ഒരു പ്രവൃത്തിയിലേക്ക് ഏർപ്പെടുന്നതെന്നാണ് ഇവർ പറയുന്നത്. അന്ന് പരാതിയോ അങ്ങനെ എന്തെങ്കിലും നിയമ നടപടിയോ മുന്നോട്ട് പോയിരുന്നു? അന്ന് ഇതിനെക്കുറിച്ച് പരാതിപ്പെടാൻ പറ്റുമെന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. അന്ന് 2018 8 വർഷം മുമ്പത്തെ ഒരു നടന്ന കഥയാണ്. അന്ന് എനിക്ക് അതിനെപ്പറ്റിയൊന്നും ബോധം ഉണ്ടായിരുന്നില്ല. ഇത്തരത്തിലുള്ള തീരുമാനം കൊണ്ട് ഭാവി ജീവിതത്തെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. കാരണം എനിക്ക് ഡിഗ്രിക്കൊന്നും അപ്ലൈ ചെയ്യാൻ പറ്റിയിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇൻട്രസ്റ്റേറ്റ് പോയിട്ട് പഠിക്കേണ്ട അവസ്ഥയാണ്. ലക്ഷങ്ങൾ ലോൺ എടുത്തിട്ടാണ് ഞാൻ പഠിച്ചത്. ഇപ്പോഴും ഈ 8 വർഷത്തിന് ശേഷവും ഞാൻ ആ ലോൺ അടച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് അനുഭവിക്കുന്നുണ്ട്. ഞാൻ പൂർണ്ണമായി അടുത്തൊരു പഠനത്തിലേക്ക് എനിക്ക് കാലുവെക്കാൻ കൂടി പറ്റാത്തൊരവസ്ഥയിലാണ്. ഈ സ്കൂൾ അധികൃതർ ഈ വിജയശതമാനമെല്ലാം മോഹിച്ചുകൊണ്ട് നടത്തുന്ന ഇത്തരം ശ്രമങ്ങൾ ഒരുപാട് വിദ്യാർത്ഥികളുടെ ജീവിതത്തെ തന്നെ ബാധിച്ചു എന്നാണ് ഇപ്പോൾ ഇതേ സ്കൂളിൽ നിന്ന് ഇത്തരത്തിലൊരു ദുരനുഭവം ഉണ്ടായ മറ്റൊരു വിദ്യാർത്ഥിയും നമ്മളോട് പറയുന്നത്. ഏതായാലും കൂടുതൽ വിദ്യാർത്ഥികൾക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ സ്കൂളിൽ നിന്ന് ഉണ്ടായോ എന്നുൾപ്പെടെ വിദ്യാഭ്യാസ വകുപ്പ് പരിശോധിക്കേണ്ടതുണ്ട്. നിലവിൽ നടക്കുന്ന അന്വേഷണത്തോടൊപ്പം തന്നെ മറ്റു വിദ്യാർത്ഥികളുടെ കാര്യം കൂടി പരിഗണിക്കണം എന്നാണ് ഇപ്പോൾ ഇത്തരത്തിൽ പരാതിയുമായി മുന്നോട്ട് വരുന്ന വിദ്യാർത്ഥികളും പറയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിനു സിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൽ, ഇൻ റിപ്പോർട്ടർ പാലക്കാട്.